ഈ തക്കാളി ചെടിയൊക്കെ നല്ല മിടുക്കിനായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. 1-2 വീക്കിന് ശേഷം മാറ്റി നടാനുള്ള വളർച്ചയിലോട്ട് എത്തും. പിന്നെ അതുപോലെ നമ്മുടെ ക്യാരറ്റും കുറേ മുളച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എത്ര ഇടാമെന്ന്. ഇനി കുറച്ച് വലുതാവണ വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ പാലക്കും അത്യാവശ്യം മുളച്ച് വന്നിട്ടുണ്ട്. ഇത് മാറ്റി നടാം. പക്ഷെ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാത്തത് ഇതാണ്. കേബേജും ബീറ്റ്റൂട്ടും എന്നെ ചതിച്ചു. ഒന്നുമേ മുളച്ചിട്ടില്ല. ഈ ചെറുത് കേബേജ് ആണോ എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കണം. അടുത്ത ഡിസപ്പോയിൻമെൻറ്റാണ് ഇത്. മല്ലിയിലയും കുറേ നട്ടു നോക്കി, ഏതും മുളച്ച് വന്നിട്ടില്ല. വെയിറ്റ് ആൻഡ് സീ. ഞായറാഴ്ച വെറുതെ ഇരുന്നപ്പോൾ ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വിചാരിച്ചു. ഈ ലെഫ്റ്റ് സൈഡ് ഫുൾ തക്കാളിയും ഇപ്പുറത്ത് കൂർക്കയൊക്കെ ആയിട്ട്, ഈ സൈഡ് ഫുൾ പാലക്കും പിന്നെ വഴുതിരിങ്ങ തൈയായിട്ട് വെച്ചു. ഈ ക്ലൈമറ്റ് ഓക്കെ ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ഒരാൾ വാടി തുടങ്ങി. നമ്മൾ മുന്തിരി ചെടി. പിന്നെ അതുപോലെ ഇത് കാണുന്നത് ചെറിയ ഉള്ളിയല്ല, വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒന്നും ഈ പ്രാവശ്യം നട്ടു നോക്കിയിട്ടുണ്ട്. തക്കാളിയൊക്കെ കായ്ക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു വളർച്ചയില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ കുറച്ച് യൂറിയ വാങ്ങി ഇടേണ്ടി വരുമെന്ന് വിചാരിക്കും. നൈട്രജൻ്റെ ഒക്കെ കുറവ് തന്നെ. കണ്ടില്ലേ, ഇതാ വള്ളി പോലെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ കുറ്റി തക്കാളി ചെടി വാങ്ങിയത്. ആ കൂട്ടത്തിൽ വെളുത്തുള്ളി മാത്രമല്ല, ഒരു ചെറിയ ഉള്ളിയും ഞാൻ നട്ട് നോക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യം കിട്ടുമെന്ന് നോക്കാമല്ലോ. ഇഞ്ചിയൊക്കെ മുളച്ച് പാകത്തിനായെങ്കിലും അമ്മ പറയുന്ന അടുക്കളയിൽ മുറിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയൊക്കെ തീരട്ടെ, എന്നിട്ട് പറിച്ചെടുക്കുക. ഇല്ലെങ്കിൽ എല്ലാം കൂടി വാടിക്കളയേണ്ടാകുന്നത്. ഒരു 2 വീക്ക് തന്നെ കുറച്ച് ആവശ്യങ്ങൾക്ക് എടുക്കാമെന്ന് കരുതണം. പിന്നെ അതുപോലെ പാലൊക്കെ എനിക്ക് നിറയെ കിട്ടുന്നുണ്ട്. പക്ഷേ ചെടികളുടെ എണ്ണം കമ്മി ചെയ്തുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇലയൊക്കെ ഒരു 2 വീക്സിൽ നിറയെ വരും. ഇത് ഈ ചെറിയ സാധനം എന്താണെന്ന് മനസ്സിലായേ? ഞാൻ വീഡിയോ ഇടുന്നതിന് തുടക്കത്തിലൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതാണിത്. കണ്ടില്ലേ, കുറച്ചായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വളർന്ന് വലുതായി ഫ്രൂട്ട് കിട്ടുമ്പോഴേക്കും എത്ര മാസം എടുക്കുമെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.